ഹായ് ഓൾ വെൽക്കം ടു ടൂസ് അക്കാഡമി. സോ എല്ലാവരും HSC എക്സാംസിന് വേണ്ടിയിട്ട് നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ടൂസ് അക്കാഡമി HSC ഫിസിക്കൽ സയൻസിലെ സിലബസ് ഓറിയൻറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഫ്രീ ആയിട്ട് ഒരു ടെസ്റ്റ് പബ്ലിക്കിന് വേണ്ടിയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്യുന്ന കാര്യം നിങ്ങൾക്ക് ഓൾറെഡി അറിയാമായിരിക്കും അല്ലേ? അതിൽ ഫിസിക്സിൽ മൊഡ്യൂൾ 2 അല്ലെങ്കിൽ HSC ഫിസിക്കൽ സയൻസിൻ്റെ സിലബസിൽ നിന്ന് ഫിസിക്സിനെ കറസ്പോണ്ട് ചെയ്യുന്ന മൊഡ്യൂൾ 2 ആൻഡ് 4 ആണ് നമ്മൾ ഈ ഒരു ടേം റിവിഷൻ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇന്ന് ഈ വരുന്ന മൊഡ്യൂളിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒത്തിരി ഇക്വേഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പക്ഷെ അതിൽ നിന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇക്വേഷൻസും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അറിയാം എന്നുള്ളത് നിങ്ങൾ ഉറപ്പുവരുത്താൻ ശ്രമിക്കുക. ഓക്കെ, So, important equations from module 2 and 4. അപ്പോൾ നിങ്ങൾക്കറിയാം മൊഡ്യൂൾ 2 സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കിൽ നിന്നാണ്. ഏതാണ്? ഇലക്ട്രോസ്റ്റാറ്റിക്സ് അല്ലേ? ഇലക്ട്രോസ്റ്റാറ്റിക്സിലെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു സബ് ടോപ്പിക്കാണ് ഗോസ് നിയമം എന്ന് പറയുന്നത്. എന്താണ് ഗോസ് നിയമം എന്ന് പറയുന്നത്? ഒരു എൻക്ലോസ്ഡ് സർഫസ് അല്ലെ, ഒരു എൻക്ലോസ്ഡ് സർഫസിന്റെ ഉള്ളിൽ നമ്മളൊരു ചാർജ് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പം ഈ ഒരു എൻക്ലോസ്ഡ് സർഫസിലെ ഫ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്? Q/ε0 ആണ് അല്ലെ. Q/ε0 എന്താണ്? പെർമിറ്റിവിറ്റി. Q എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചാർജ് എൻക്ലോസ്ഡ് അല്ലെ. ഇതാണ് ഗോസ് നിയമം. ഇപ്പൊ ഗോസ് നിയമത്തിന്റെ ആപ്ലിക്കേഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനകത്ത് എന്താണ്? ഇൻഫൈനൈറ്റ്ലി ലോങ് സ്ട്രെയിറ്റ് യൂണിഫോംലി ചാർജ്ഡ് വയർ, അതിന്റെ ഇലക്ട്രിക് ഫീൽഡിന്റെ ഇക്വേഷൻ E=λ/2πε0r. ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോട്ട് ചെയ്ത് വെക്കണം. ഒത്തിരി കോമ്പറ്റേറ്റീവ് എക്സാമിന് ഈ ഒരു ഇക്വേഷന് എടുത്തു ചോദിക്കാറുണ്ട്. പ്രത്യേകിച്ച് ഈ 1/r റിലേഷൻഷിപ്പ്, 1/r എന്ന ആ റിലേഷൻഷിപ്പ് എടുത്തു ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ലാംഡ എന്താണെന്ന് അറിയാം? ലീനിയർ ചാർജ് ഡെൻസിറ്റി ആണ് അല്ലെ. കണ്ടോ, ഈസ് പ്രപ്പോർഷണൽ ടു 1/r ആണ് എന്നുള്ള ആ ഒരു റിലേഷൻ എടുത്ത് ചോദിക്കാറുണ്ട്. ഇനി അതേപോലെ തന്നെയാണ് ഫീൽഡ് ഡ്യൂ ടു യൂണിഫോംലി ചാർജ്ഡ് ഇൻഫൈനൈറ്റ് പ്ലെയിൻ ഷീറ്റ്. ഇ എന്ന് പറയുന്ന σ/2ε0 ആണ് അല്ലെ. സിഗ്മ എന്താണ്? സർഫസ് ചാർജ് ഡെൻസിറ്റി. എല്ലാം നിങ്ങൾക്ക് അറിയാം, നമ്മൾ ജസ്റ്റ് ഒന്ന് ബ്രഷ് അപ്പ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ. ഓക്കെ, ഇനി ഒരു ഡൈപോൾ മൊമെന്റ് എന്ന കൺസെപ്റ്റ് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെ. ഡൈപോൾ എന്താണ്? ഒരു ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്. ഇതാണ് ഒരു ഡൈപോൾ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഈ ഡിസ്റ്റൻസ് 2a എന്നാവാം, അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്റ്റൻസ് d ആയിട്ടാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, അങ്ങനെയും ആവാം. അപ്പൊ ഡൈപോൾ മൊമെന്റിന്റെ ഇക്വേഷൻ എന്താണ്? ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ചാർജ് ഇൻറ്റു ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ചാർജസ്. ഓക്കെ, അപ്പൊ ഇവിടെ P = Q × 2a. ഈ 2a എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് 2a ആയതുകൊണ്ട് 2a ആണ്. ഇനി ചിലപ്പോൾ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 10 ആണെന്ന് തന്നിട്ട് 10 സെന്റിമീറ്റർ എന്ന് തന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ആ ഡിസ്റ്റൻസിന് 10 സെന്റിമീറ്റർ ആയിട്ട് എടുത്താൽ മതി. അപ്പൊ അവിടെ 2 ടൈംസ് മൾട്ടിപ്ലൈ ചെയ്യേണ്ട കാര്യമില്ല. മനസ്സിലായല്ലോ? ഇനി ഡൈപോൾ മൊമെന്റ് നമ്മൾ പഠിച്ചു അല്ലെ. ഇനി ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിലെ ഇലക്ട്രിക് ഡൈപോൾ എന്ന് പറയുന്നത്, അതിന് നിങ്ങൾക്കറിയാം, അതിന് നെറ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം എന്താണ്? ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡിൽ ഒരു ഡൈപോൾ വെച്ചു അല്ലെ. അങ്ങനെയാവുമ്പോൾ എന്താ സംഭവിക്കുക? ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ഫോഴ്സ് ആയിരിക്കും എക്സ്പീരിയൻസ് ചെയ്യുന്ന. നെറ്റ് ഫോഴ്സ് 0 ആയിരിക്കും. ഇവിടെ ഈ ഡൈപോളിന് എന്ത് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ? ടോർക്ക് മാത്രമേ അനുഭവപ്പെടുകയുള്ളൂ. ഈ കൺസെപ്റ്റ് ഒക്കെ ഒത്തിരി എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പൊ ടോർക്കിന്റെ ഇക്വേഷൻ എന്താണ്? P×E അല്ലെ. അല്ലെ നമുക്ക് എങ്ങനെ എഴുതാം? PE sin θ എന്ന് എഴുതാം. മനസ്സിലായല്ലോ? ഇനി വർക്ക് ഡൺ, ഒരു ഡൈപോളിനെ നമ്മൾ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അതിലുള്ള വർക്ക് ഡൺ എന്ന് പറഞ്ഞാൽ PE ഇൻറ്റു എന്താണ്? cos θ1 - cos θ2. ഓക്കെ, ഇതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ കോമ്പറ്റേറ്റീവ് എക്സാമുകൾക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. ഇനി സ്ഥിതികോർജം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. HSC എക്സാംസിന് തന്നെ പ്രീവിയസ് ആയിട്ട് ചോദിച്ചിട്ടുണ്ട്. സ്ഥിതികോർജത്തിന്റെ ഇക്വേഷൻ എന്താണ്? U വെച്ചാണ് റെപ്രസെന്റ് ചെയ്യുന്നത്, which is equal to -P.T. ഈ നെഗറ്റീവ് സൈൻ ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം ഓപ്ഷനിൽ നെഗറ്റീവ് ഇല്ലാതെയും ചോദിക്കാറുണ്ട്. അപ്പം -P.T അല്ലെ നമുക്കിനി എങ്ങനെ പറയാം? -PE cos θ എന്നും റെപ്രസെന്റ് ചെയ്യാം. ഓക്കെ,
അടുത്തതാണ് കപ്പാസിറ്ററുകൾ. കപ്പാസിറ്ററുകൾ എന്ന് പറയുന്നത് എക്സാം ഓറിയന്റഡ് ആയിട്ട് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പറ്റിയ ഒരു ഏരിയ ആണ് കപ്പാസിറ്ററുകൾ. കപ്പാസിറ്ററുകൾ നമുക്ക് ശ്രേണിയിലും സമാന്തരവുമായിട്ടും കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള പ്രോബ്ലംസ് കണ്ടുവരാറുണ്ട്. ഇതേപോലെ തന്നെ റെസിസ്റ്റേഴ്സും നമുക്ക് സീരീസ് ആയിട്ടും പാരലൽ ആയിട്ടും ഒക്കെ കണക്ട് ചെയ്യാം അല്ലെ. രണ്ടിന്റെയും ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും വ്യത്യാസമുണ്ട്, രണ്ടും വൈസ് വേഴ്സയാണെന്ന് ഓർത്തു വെക്കണം. കപ്പാസിറ്ററുകൾ ശ്രേണിയിലാണെങ്കിൽ resultant capacitance 1/c equal to 1/c1 plus 1/c2 അങ്ങനെയാണ്. കപ്പാസിറ്ററുകൾ സമാന്തരമാണെങ്കിലോ c equal to c1 plus c2 plus c3 ജസ്റ്റ് ആഡ് ചെയ്ത് പോയാൽ മതി. റെസിസ്റ്റേഴ്സ് ഇൻ സീരീസ് ആണെങ്കിൽ എന്താണ് R is equal to R1 plus R2 plus R3 ഒക്കെ ആയിരിക്കും. പക്ഷെ റെസിസ്റ്റേഴ്സ് ഇൻ പാരലൽ ആണെങ്കിൽ 1/R equal to 1/R1 plus 1/R2 plus ആ ഒരു രീതിയിലാണ്. അപ്പൊ അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇനി അടുത്തത് കപ്പാസിറ്ററിലെ ഊർജം. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. എക്സാംസിന് ക്വസ്റ്റ്യൻസ് ഒത്തിരി MCQ എക്സാംസിന് ചോദിക്കാറുള്ള അല്ലെങ്കിൽ അവര് ക്വസ്റ്റ്യൻ ഫോക്കസ് ഏരിയ ആയിട്ട് കാണാറുള്ള ഒരു ഇക്വേഷൻ ആണ് കേട്ടോ. U is equal to half CV square where C is a capacitance, V is a potential, അല്ലെങ്കിൽ U is equal to Q square by 2C. രണ്ട് ഇക്വേഷനും ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കുക. ഇനി ഒരു പാരലൽ പ്ലേറ്റ് കപ്പാസിറ്ററിന്റെ എനർജി U എന്ന് പറയുന്നത് എന്താണ്? ഹാഫ് എപ്സിലോൺ 0 E സ്ക്വയർ. ജസ്റ്റ് ആ ഇക്വേഷൻ ഒന്ന് ഓർത്തു വെക്കുക കേട്ടോ. ഇനി ജൂൾ നിയമം. എന്താണ് ജൂൾ നിയമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ H is equal to I square RT അല്ലെ. അപ്പൊ ഇത് പല 3 വേരിയേഷൻസ് ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റും. H is equal to I square RT ഉണ്ട്. അതേപോലെ തന്നെ നമുക്കറിയാം H is equal to V equal to IR എന്നുള്ള ഇക്വേഷനിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കൺസേൺഡ് ആയിട്ടുള്ള ഇക്വേഷൻസ് കിട്ടും അല്ലെ. V equal to IR അല്ലെ. ഈ ഒരു ഇക്വേഷനിൽ I എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? V by R. അപ്പൊ ഈ I സ്ക്വയറിന്റെ അവിടെ നമ്മൾ എന്ത് ചെയ്യണം? V സ്ക്വയർ ബൈ R സ്ക്വയർ ഇൻറ്റു RT സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ആറിൽ ഒന്ന് കട്ട് ചെയ്തു, V സ്ക്വയർ ബൈ R ഇൻറ്റു T. ഇതാണ് രണ്ടാമത്തെ ഇക്വേഷൻ വരുന്നത് കണ്ടോ. ഇനി H is equal to VIT. അപ്പൊ ഇങ്ങനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് V equal to IR ഇന്റർചേഞ്ച് ചെയ്തുള്ള സബ്സ്റ്റിറ്റ്യൂഷൻസിൽ നമുക്ക് കിട്ടുന്ന 3 ഇക്വേഷൻസ് ആണ്. മൂന്നും നിങ്ങൾ അറിഞ്ഞിരിക്കണം, കാരണം നിങ്ങൾക്ക് തരുന്ന വാല്യൂ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വേഷൻസ് വേണം സെലക്ട് ചെയ്ത് പ്രോബ്ലം ചെയ്യാൻ. അടുത്തത് വൈദ്യുത പവർ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പവർ എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിറ്റ് വാട്ട് ആണെന്ന് അറിയാം. പവർ ഇസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലെ. അതിനും ഇക്വേഷൻസ് ഉണ്ട്, 3 ഇക്വേഷൻസ് ഉണ്ട്. പവർ P is equal to I square R, power P is equal to V square by R, and P is equal to VI. ഇതും ഇമ്പോർട്ടന്റ് ആണ്. ഇതിനെ വെച്ച് MCQ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് ഈ പറയുന്ന ഇക്വേഷൻസ് എന്ന് പറയുന്നത്. ഓക്കെ. അടുത്തത് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കിൽ നിന്നുള്ള വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഇക്വേഷൻ ആണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് മലയാളത്തിൽ? പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. പ്രത്യാവർത്തി ധാരാ വൈദ്യുതി. അപ്പം ഇവിടെ നിങ്ങൾ ഈ ഇക്വേഷൻ എങ്കിലും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കണം. ധാരാളം കൺസെപ്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് കൺസെപ്ച്വലി നിങ്ങൾ ആ ടോപ്പിക്കിനെ കുറിച്ച് വെൽ അവെയർ ആയിരിക്കണം. അതിൻ്റെ കൂടെ ഈ ഇക്വേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്, എക്സാം ഓറിയന്റഡ് ആയിട്ട് ചോദിക്കാറുണ്ട്. ആവറേജ് അല്ലെങ്കിൽ മീൻ വാല്യൂ ഓഫ് കറണ്ട്. ഇതിനകത്ത് I ആവറേജ് ഈക്വൽ ടു ഈ ഒരു ഇക്വേഷൻ നിങ്ങൾ നിർബന്ധമായിട്ടും പഠിക്കാം. 2/π into I maximum. V ആവറേജ് എന്ന് പറയുന്നത് എന്താണ്? 2 into V maximum by π. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, പഠിച്ചു വെക്കണം. ഇനി ഇത് തന്നെ റൂട്ട് മീൻ സ്ക്വയർ വാല്യൂ ഓഫ് കറണ്ട് അല്ലെ. ആവറേജ് വാല്യൂയും RMS വാല്യൂയും വ്യത്യാസമാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ IRMSന്റെ വാല്യൂ എന്താണ്? I maximum by √2. VRMSന്റെ വാല്യൂ എന്താണ്? VM by √2. അപ്പൊ ഇതൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ പഠിച്ചു വെക്കണം, റിപ്പീറ്റ് ചെയ്ത് നിങ്ങൾ ഓർത്തുകൊണ്ടിരിക്കണം. എങ്കിൽ മാത്രമേ 4 ഓപ്ഷൻസ് കാണുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നോട്ട്ബുക്ക് ഒക്കെ നോക്കി നിങ്ങൾക്ക് ഇത് ഓർത്തു വെക്കാൻ പറ്റുമായിരിക്കും, നോട്ട്ബുക്ക് ഒക്കെ കയ്യിൽ പിടിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ അങ്ങനെയല്ല, ഈ നമ്മുടെ കയ്യിലുള്ള എയ്ഡ്സ് എല്ലാം അവോയ്ഡ് ചെയ്ത് 4 ഓപ്ഷൻസും കൂടെ കാണുമ്പോൾ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയി പോകരുത്. വളരെ വ്യക്തമായിട്ട് തന്നെ ഇതിനകത്ത് പഠിക്കാം. അപ്പൊ ഇതിൽ മറ്റു കാര്യങ്ങൾ പറയാത്തത് കൺസെപ്ച്വൽ ആയിട്ടുള്ള ടോപ്പിക്കാണ് ഓൾട്ടർനേറ്റിംഗ് കറണ്ട്. ഒത്തിരി കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്, ഇന്റർ കണക്റ്റഡ് ആയിട്ടുള്ള കൺസെപ്റ്റുകളാണ്. അതുകൊണ്ട് തന്നെ കൺസെപ്ച്വൽ ആയിട്ടുള്ള ഏരിയയിലേക്ക് പോകുന്നില്ല, ജസ്റ്റ് ഇക്വേഷൻ മാത്രം നമുക്കൊന്ന് ഡീൽ ചെയ്യാം. ഓക്കെ.
അടുത്ത വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് സൂപ്പർ കണ്ടക്ടേഴ്സ്. എന്താണ് സൂപ്പർ കണ്ടക്ടേഴ്സ്? അതിചാലകങ്ങൾ എന്ന് നമ്മൾ പറയും അല്ലെ. സൂപ്പർ കണ്ടക്ടേഴ്സിൽ BCS തിയറി, മിസ്നേഴ്സ് ഇഫക്റ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് അറിയണം. അതിനകത്ത് തന്നെ എക്സാം ഓറിയന്റഡ് ആയിട്ട് എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ്? അതുമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ ഓർത്ത് വെക്കുക. പ്രോബ്ലം ആയിട്ടും ചോദിക്കാം, അല്ലാന്നുണ്ടെങ്കിൽ ഇക്വേഷൻ അതേപോലെ തന്നെ എക്സാമിന് എടുത്തു ചോദിക്കാറുണ്ട്. ക്രിട്ടിക്കൽ ഫീൽഡ് താപനിലയെ ആശ്രയിക്കുന്നു, അത് ഓർത്തിരിക്കണം. HC എന്ന് വെച്ചാൽ ക്രിട്ടിക്കൽ ഫീൽഡ് ഈക്വൽ ടു H0, കേവല പൂജ്യത്തിലെ ക്രിട്ടിക്കൽ ഫീൽഡ് ആണ് H0, ഈക്വൽ ടു 1 മൈനസ് ടി സോറി HC ഈക്വൽ ടു H0 ഇൻറ്റു 1 മൈനസ് T² ബൈ TC². TC എന്ന് പറഞ്ഞാൽ എന്താണ്? സംക്രമണ താപനിലയാണ് അല്ലെ, ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്നൊക്കെ നമുക്ക് പറയാം. ഓക്കെ, അപ്പൊ അങ്ങനെയാണെങ്കിൽ അറ്റ് T ഈക്വൽ ടു TC എന്തായിരിക്കും ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ? ഇങ്ങനെയൊക്കെ എക്സാമിന് ചോദിക്കാം. അപ്പൊ അറ്റ് ഈക്വൽ ടു TC എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യണം? T ബൈ TC, ഇത് രണ്ടും ഈക്വൽ ആകുമ്പോൾ 1 ആവും. 1 മൈനസ് 1 0. അപ്പൊ എന്താണ് ക്രിട്ടിക്കൽ ഫീൽഡ് എന്ന് പറയുന്നത്? 0 ആണ്. ഇതേപോലെയുള്ള ചെറിയ ചെറിയ ആപ്ലിക്കേഷനിലൂടെയും ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നമ്മൾ പഠിക്കണം. ഓക്കെ, അപ്പൊ സംക്രമണ താപനിലയിൽ TC എന്ന് വെച്ചാൽ എന്താണ്? ട്രാൻസിഷൻ ടെമ്പറേച്ചർ അല്ലെങ്കിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. ആ ഒരു സമയത്തെ താപനിലയിലെ ക്രിട്ടിക്കൽ ഫീൽഡ് എന്തായിരിക്കും? 0 ആണ്. മനസ്സിലായോ? അപ്പൊ സെമി കണ്ടക്ടേഴ്സിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇക്വേഷൻ ആണ് നമ്മളിപ്പോ ഡീൽ ചെയ്തിരിക്കുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് ക്വാണ്ടം മെക്കാനിക്സിലെ ഒരു ടോപ്പിക് നോക്കാം, ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗം. അപ്പൊ ക്വാണ്ടം മെക്കാനിക്സ് ഇൻ ഡീറ്റെയിൽ ആയിട്ട് ഡീൽ ചെയ്യുന്നത് 5ാമത്തെ മൊഡ്യൂളിലാണ് കേട്ടോ. അപ്പൊ ഇതില് 4ാമത്തെ മൊഡ്യൂളിൽ ജസ്റ്റ് വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് അവർ സിലബസിലേക്ക് ആഡ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം. ഇപ്പൊ ഡി ബ്രോഗ്ലി വേവ് ലെങ്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കൺസെപ്റ്റ് ആണ്. ഓക്കെ, അപ്പൊ V വോൾട്ട് പൊട്ടൻഷ്യൽ വ്യത്യാസത്തിൽ ആക്സിലറേറ്റ് ചെയ്യപ്പെടുന്ന ഒരു ഇലക്ട്രോണിന്റെ ഡി ബ്രോഗ്ലി തരംഗ ദൈർഘ്യം നമുക്കറിയാം. 12 mv² എന്ന് പറയുന്നത് EVക്ക് ഈ ഇലക്ട്രിക് ചാർജ് ഇൻറ്റു പൊട്ടൻഷ്യലിന് തുല്യമാണ്. അതിൽ നിന്ന് വെലോസിറ്റിയുടെ ഇക്വേഷൻ ഇത് വെച്ച് നമ്മൾക്ക് പ്രോബ്ലം ചോദിക്കാം. ഇനി ലാംഡ എന്ന് പറയുമ്പോൾ എന്താണ്? നമുക്കറിയാം ലാംഡ ഇസ് ഈക്വൽ ടു h/mv ആണ് അല്ലെ. അപ്പൊ h/m ഇൻറ്റു ഈ വിയുടെ വാല്യൂ നമ്മൾ 2ev/m, ഈ വാല്യൂ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോഴാണ് എമ്മും ഇവിടെ m എന്ന് പറഞ്ഞാൽ എന്താ? √m ഇൻറ്റു √m എന്ന് എഴുതാം അല്ലെ. അതിൽ ഈ എമ്മും കട്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? h/√2mev എന്ന് നമുക്ക് എഴുതാൻ പറ്റും അല്ലെ. അപ്പൊ ലാംഡ ഈക്വൽ ടു h/√2mev ഇമ്പോർട്ടന്റ് ഇക്വേഷൻ ആണ്. ഇനി ചില സമയത്ത് ലാംഡ ചോദിക്കും, പക്ഷെ നമുക്ക് പൊട്ടൻഷ്യൽ മാത്രമേ തന്നിട്ടുണ്ടാവുള്ളൂ. ആൻസർ ആംസ്ട്രോങ്ങിലും ആണെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യാൻ പറ്റിയ ഇക്വേഷൻ ആണ് 12.2/√v ആംസ്ട്രോങ്. ഓക്കെ, ഇനി ആംഗുലാർ മൊമെന്റം L എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം, ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് h/2π. ഇതൊക്കെ ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പൊ HSA അല്ല, ഈവൻ സെറ്റ് പോലുള്ള എക്സാമിന് വരെ ഒരു എളുപ്പമുള്ള ഒരു ക്വസ്റ്റ്യൻ ഇടുമ്പോൾ ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കാറുണ്ട്. ഇറ്റ് ഈസ് ആൻ ഇന്റഗ്രൽ മൾട്ടിപ്പിൾ ഓഫ് എന്ന് പറഞ്ഞിട്ട് യൂണിറ്റ് h/2π അല്ലെ, ഇങ്ങനെയൊക്കെ ചോദിക്കാറുണ്ട്. അപ്പം ഏത് ചിലപ്പം ജസ്റ്റ് ഒരു ഇക്വേഷൻ നമ്മൾ കാണാതെ പഠിച്ച ഒരു ഇക്വേഷൻ ആയിരിക്കാം ഒരു ക്വസ്റ്റ്യൻ ആയിട്ട് മാറി വരുന്നത്. അപ്പൊ എല്ലാ കാര്യങ്ങളും വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ കൺസെപ്ച്വൽ ഓറിയന്റഡ് ആയിട്ട് പഠിക്കുകയും വേണം. അതേസമയം ഇക്വേഷൻസ് നിങ്ങൾ ബൈ ഹാർട്ട് പഠിക്കുക തന്നെ വേണം. യാതൊരു രീതിയിലുള്ള ഡൗട്ടും ഉണ്ടാവാൻ പാടില്ല. ഇക്വേഷൻസ് എങ്ങനെയാ ബൈ ഹാർട്ട് ചെയ്യാൻ പറ്റുക? അപ്പോൾ നമ്മൾ പ്രോബ്ലംസുകൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ 2-3 തവണയൊക്കെ ഈ ഇക്വേഷൻ നമ്മൾ അങ്ങ് അറിയാതെ എഴുതി പോകും അല്ലെ. അങ്ങനെ എഴുതി പോകുമ്പോൾ ഈ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിക്കും. ഓക്കെ, അപ്പൊ ഈ ലാംഡ ഈക്വൽ ടു h/mv എന്ന് പറയുന്ന ഇക്വേഷൻ അല്ലെ. ഈ ഇക്വേഷൻ ഒന്നും നമ്മൾ ആരും എഴുതി പഠിച്ചതായിരിക്കില്ല, പക്ഷെ ഫ്രീക്വന്റ് ആയിട്ട് നമ്മുടെ ഫിസിക്സിന്റെ ക്ലാസ്സുകളിൽ അല്ലെ കെമിസ്ട്രിയുടെ ഒക്കെ ആണെങ്കിലും ക്ലാസ്സുകളിൽ നമ്മൾ ഫ്രീക്വന്റ് ആയിട്ടൊക്കെ യൂസ് ചെയ്ത് ചിലപ്പോൾ നമ്മൾ ഇഫോർട്ട് ഇട്ട് കാണില്ല, നമ്മുടെ ഫാക്കൽറ്റീസ് പറയുന്നതൊക്കെ കേട്ടിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ലാംഡ ഈക്വൽ ടു h/mv എന്ന് പറയുന്ന ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ അതേപോലെ ഫ്രീക്വന്റ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യുമ്പോൾ മാത്രമാണ് ഇക്വേഷനുകൾ നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പൊ ഇക്വേഷൻസ് ഒക്കെ എന്ത് ചെയ്യണം? നിങ്ങൾ ഓരോ മൊഡ്യൂളുകൾ പഠിക്കുമ്പോഴും
ഓരോ ടോപ്പിക്കുകൾ പഠിക്കുമ്പോഴും അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇക്വേഷനുകൾ എന്ത് ചെയ്യണം, ഒരു ഫോർമുല ബുക്ക് ഉണ്ടാക്കിയിട്ട് അതിൽ നിങ്ങൾ എഴുതി വെക്കണം. ഇപ്പോൾ അതിൻ്റെ ഇമ്പോർട്ടൻസ് നിങ്ങൾക്ക് മനസ്സിലാകും. നിങ്ങൾ ഓരോ മൊഡ്യൂൾ വെച്ചൊക്കെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങളുടെ നോട്ടിൽ നിന്ന് തന്നെ ഇക്വേഷൻസ് നിങ്ങളൊന്ന് മാർക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. പക്ഷേ നമ്മൾ ഇതെല്ലാം കഴിഞ്ഞ് അല്ലേ ലാസ്റ്റ് ഒരു 2 മാസം എല്ലാം പഠിച്ചു കഴിഞ്ഞ് ഒരു റിവിഷൻ നടത്തും അല്ലേ, ആ റിവിഷൻ നടത്തുന്ന സമയത്ത് നമുക്ക് ഈ ഫോർമുല ബുക്കിന്റെ യൂസ് മനസ്സിലാവും. അപ്പൊ ആ സമയം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് ഇടയ്ക്ക് നോക്കാൻ, എക്സാമിന്റെ തലേന്ന് ഇക്വേഷനുകളൊക്കെ ഒന്ന് ഓടിച്ചു നോക്കാൻ, ആ സമയം നമ്മൾ എഴുതി കൂട്ടിയിരിക്കുന്ന ബണ്ടിൽസ് ഓഫ് നോട്ട്സ് എടുത്തിട്ട് നമുക്ക് ഈ ഇക്വേഷനുകളൊക്കെ നോക്കാൻ സമയം കിട്ടുമോ? ഇല്ല അല്ലേ. അപ്പൊ ആ സമയം കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഓരോ ദിവസവും പഠിക്കുമ്പോൾ കുറച്ച് സമയം എടുത്തിട്ടാണെങ്കിലും ഒരു ഫോർമുല ബുക്ക് നിങ്ങൾ തീർച്ചയായിട്ടും ക്രിയേറ്റ് ചെയ്യുക. അപ്പൊ ആ ഫോർമുല ബുക്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കൺസെപ്റ്റുകളൊന്നും എഴുതണ്ട, ഇക്വേഷനുകൾ നിങ്ങൾ എഴുതുക. അതേപോലെ ഗ്രാഫിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ പഠിക്കാനുണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും ഓൾ ദ വെരി ബെസ്റ്റ്. നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക. നമ്മൾ കണ്ടക്ട് ചെയ്യാൻ പോകുന്ന മോഡൽ എക്സാമിന് നന്നായിട്ട് പെർഫോം ചെയ്യുക കേട്ടോ. ടേം റിവിഷൻ എക്സാം ആണ്, എല്ലാവരും നന്നായിട്ട് പെർഫോം ചെയ്യുക. ഓൾ ദ വെരി ബെസ്റ്റ്. താങ്ക് യു.